ഇന്ന് നമ്മൾ പോകുന്നത് ഷാർജയിലെ ആർട്ട് മ്യൂസിയത്തിലേക്കാണ്. മിന്നുന്നത് എന്ത് കണ്ടാലും എനിക്കതിനോടൊരു അട്രാക്ഷനാണ്. ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പം അറിയാതെ ഉള്ളിലുള്ള പഴയ മിനു പുറത്ത് വന്നതുപോലെ ഞാനെല്ലാം വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ മീറ്റ് മൈ ഫസ്റ്റ് ഫ്രണ്ട് ഇൻ ദുബായ്, മിസ്റ്റർ നുപ്പു. എനിക്കിവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ. മിറേഴ്സും ലൈറ്റ്സും യൂസ് ചെയ്തിട്ട് എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരതവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സമയം ഞാൻ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ആർട്ടിനെ അവർ നെയിം ചെയ്തിട്ടുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് പീസ് എന്നാണ്. ഇത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ബേസ് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്തോ കണ്ടിട്ടുണ്ട്. ഇത് ഇത്യോപ്യ, ലെബനനിൽ എന്തോ സംഭവമാട്ടെ ഇത്. സോളർ റൗദ ചോക്ക് ഹെ പോയം 1960 വുഡൻ സ്കൾപ്ചർ. ഓ അങ്ങനെയുണ്ടോ? അപ്പോൾ ലെബനനിലുള്ള സംഭവം ഇത് ഇവിടെയല്ലോ. അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. ആ ഗായ്സ് മൂഞ്ചിരിക്കുന്നു. ഇപ്പം മനസ്സിലായില്ലേ? ഇത് ലൈറ്റും മിറേഴ്സും യൂസ് ചെയ്തിട്ട് അവരുണ്ടാക്കിയൊരു ഇല്യൂഷനാണ്. ഒരു ഹെൽമെറ്റ് പോലത്തെ ഒരു ബ്ലാക്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉറപ്പിക്കാം. ബേർഡുണ്ട് ഇവിടെ. ഇതിനെന്തോ അർത്ഥമുണ്ട് ഗൈസ്, അറിയുന്നവർ കമന്റ്. ഇത് മനുഷ്യനെല്ലാം കൂടി. ഓ സീന് ഗൈസ്, വാവ്. ഇത് ഇയർബഡ്സ് വെച്ചിട്ട് അവർ ചെയ്തിട്ടുള്ളതാണ്. പ്രൊജക്ടർ വെച്ചിട്ട് അതിൻ്റെ കളർ ഷെയ്ഡ്സ് ഇടയ്ക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആർട്ടിൻ്റെ ഭംഗി എനിക്ക് തോന്നുന്നു ആ കാണുന്ന ഷാഡോസ് ആണെന്ന്. ഈ റിങ്സ് നോക്കി നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരുന്ന കളേഴ്സ് ചേഞ്ച് ആവുന്നത് നമുക്ക് കറക്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സോ ഞാനീ പറഞ്ഞു വരുന്നത്, ഇപ്പം ഈ കാണുന്നത് നമ്മുടെ മൈസൂർ പാലസ് പൊളിച്ചതുപോലെ ഈ കാണുന്ന ഈ മിറർ പീസ്, അതാണ് എനിക്കതിൻ്റെ ഹൈലൈറ്റായിട്ട് തോന്നി. അതിൽ ഇപ്പുറത്തെ സൈഡിൻ്റെ റിഫ്ലക്ഷൻ കാണുമ്പോൾ ഇറ്റ് വാസ് ലുക്കിംഗ് മോർ ബ്യൂട്ടിഫുൾ. കുവൈറ്റിനുള്ള പച്ച കളർ ദഫൂട്ട് പോലെ ഉണ്ടല്ലോ. കുവൈറ്റിലെ ദഫൂട്ടാണ് ഗൈസ്. എന്ത് മ്യൂസിക്! ആർട്ടിനെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ആയതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് തിയറീസൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ തർക്കിച്ചും കുറേ മണ്ടത്തരങ്ങൾ പറഞ്ഞൊക്കെയാണ് അത് കണ്ടു തീർത്തത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആർട്ട് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നു, അതിൻ്റെ ഭംഗി തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ കാണുന്നതിൽ ഈ ബ്ലൂ വാളിൽ ആ പെയിൻറ്റിങ് വെച്ചത് അതിൻ്റെ ഭംഗി കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യണ പോലെയൊക്കെ തോന്നി എനിക്ക്. നല്ല രസമില്ലേ? ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു വർക്കാണ്. നല്ലൊരു 3D എഫക്റ്റോടു കൂടി അത് നമ്മൾ അകലെ നിന്ന് നോക്കുമ്പോൾ അടുത്തുനിന്ന് നോക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതെനിക്കൊരു സ്ട്രേഞ്ചർ തിങ്സ് വൈബാണ് കേട്ടോ തന്നെ. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓയിൽ പെയിൻറ്റിങ്സൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ അത്രയും ഫ്ലോലെസ് ആയിട്ട് നമുക്കതിൽ ജീവൻ ഉണ്ടെന്ന് തോന്നുന്ന തരത്തിൽ അത്രയും നൈസായിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇത് പലസ്തീൻ എന്നാണ് അവരിതിന് പേര് കൊടുത്തിട്ടുള്ളത്. ഞാൻ കാണിക്കാത്ത ഒരുപാട് ആർട്ട് ഇൻസ്റ്റലേഷൻസ് ഇവിടെ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് ഷാർജയിലെ റോളയാണ്.